അപ്പോൾ നമ്മൾ മീൻ പീരിക്കുള്ള സാധനം കേട്ടാ. ചുവന്നുള്ളി, കഴിഞ്ഞാൽ കുറച്ച് വേപ്പിൻ്റെ ഇല, പച്ചമുളക്, പിന്നെ എന്തിനു വേണമേ, വേപ്പില, തേങ്ങ, ഇട്ടിടണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേണ്ട. മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഉണ്ടല്ലേ, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. നമ്മളെല്ലാം കൂടിയിട്ടിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടാ. കണ്ട, ഇത്ര അരച്ചിക്കാൻ പാടില്ല, ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കുക. ഓരോ ചെറിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. രണ്ടെണ്ണം ചേർക്കണല്ലേ അമ്മ? പുളി കൂടണ്ട. പുളിക്ക് ആവശ്യത്തിനുള്ള കുടപ്പുളി ചേർക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ചേർക്കുക. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ, അത് മൊത്തം ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സാക്കി കൊടുക്കണം കേട്ടോ. അത് തമ്മിൽ അന്നേരം എല്ലാം നന്നായി പിടിക്കുള്ളൂ. നമ്മളൊരു കിലോ മീനായിട്ട് എടുത്തുള്ള ഈ മീനെ പല പേരും പറയട്ടെ ചിലവർ. നമ്മളിവിടെ അതിനെ പറയാം, ഇവിടെ എന്താ ചൂടാന്ന് പറയും, കടൽ ചൂടാ. ചിലവർ ഇതിനെ കൊഴുവാന്നൊക്കെ പറയും. ഇനി ഇത് വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചില്ലേ, അതിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. ബാക്കി ഇത്
നമ്മൾ നേരത്തെ ചേർത്ത അരപ്പ് ആ മീനിലൊക്കെ നന്നായി പരട്ടി ഇപ്പോൾ അതെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അടപ്പലിരുന്ന് ചെറുതായി തീരിങ്ങനെ വെന്ത് വരണം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ തേങ്ങയിൽ നിന്നുള്ള വെള്ളം ഇതൊക്കെ ഇറങ്ങിയിട്ട് മീനൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ചെറിയൊരു ഇതിൽ നിന്നിട്ട് നമുക്ക് തന്നെ വേവിച്ചെടുക്കണം. ഇത് കണ്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ തന്നെ, കണ്ടില്ലേ? അപ്പോൾ ഇതേ തീരി എന്നിട്ട് തന്നെ വേവട്ടെട്ടാ. നമുക്കിതിൽ നിന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടാ. മൂടിക്കല്ലേ മേ? ഇടയ്ക്ക് നമ്മളിതിങ്ങനെ തുറന്ന് നോക്കുമ്പോണ്ടല്ല, ദൈവമേ നോക്കിയേ, കണ്ട നല്ല ഇമാറ്റി വന്നിട്ട് കുറച്ചും കൂടി ഒന്നിരിക്കട്ടെ. നമ്മളങ്ങനെ ഇതിൻ്റെ മൂടി തുറന്നുണ്ട് കണ്ട. അപ്പോൾ നമ്മുടെ മൂക്കിലേക്ക് ഒരു സ്മെല്ലിങ്ങനെ വരും. എൻ്റെ ദൈവമേ, കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നമ്മുടെ വായിൽ വരും. അത്രയും നല്ല. ഇന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേമാതിരി പാചകം ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ അടുപ്പിലായിട്ടാണ്. ഇന്നിപ്പോൾ ഒത്തിരി നേരം വൈകുന്നതെന്ന് വെച്ചാൽ ഇന്ന് പണി കഴിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ മീൻ മേടിച്ച് വന്നത്. ഞാൻ പണി കഴിഞ്ഞ് വരുന്നത് തന്നെ 7:30-ക്കാണ്. 7:00-ക്ക് ഇങ്ങനെ മീനൊക്കെ മേടിച്ച് വന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നത്. പകലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൽ ചെയ്യാറുണ്ട്. ഇനി അടുപ്പിലൊക്കെ കത്തിച്ച് തീയൊക്കെ റെഡി വരുമ്പോൾ ഇത്തിരി സമയം പിടിക്കും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസുമ്മ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഗ്യാസുമ്മ നമ്മൾ പാചകം ചെയ്യുന്ന കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തൂവി എടുക്കാം കേട്ടോ. കുറച്ച് മതി. വെളിച്ചെണ്ണ ഓയിൽ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി കാശ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഓയിലിന് കുറച്ച് നാളായിട്ട് മേടിക്കാനുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കണം. മീൻ അധികം ഉടയാണ്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലും നമ്മുടെ കറി നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. ആ കുടംപുളിയുടെ ചാറൊക്കെ ഇറങ്ങി മീനിലൊക്കെ പിടിച്ച് വരുമ്പോണ്ട് ദൈവമേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. കുറച്ചും കൂടി സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല കറക്റ്റ് ഇതിലൊക്കെ ഉണ്ടോ, നല്ല ഇത് പാകമായിട്ട് വന്നിട്ട്. ഇനി വെള്ളമൊന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പീര ഇവിടെ തയ്യാറായിരിക്കുക കേട്ടോ. നേരത്തെ കാണിച്ചില്ലേ മീൻ പീര, അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല ടേസ്റ്റ് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.